പുഷ്പൻ ചേട്ടാ, പുഷ്പൻ ചേട്ടാ, എനിക്ക് എനിക്ക് എന്റെ നടുപൊടിച്ചെന്നാ തോന്നുന്നേ. അവൻ രക്ഷപ്പെട്ടല്ലോ മോളെ. പുഷ്പൻ ചേട്ടൻ എന്തിനാ അയാളെ പിടിച്ചത്? കണ്ടാലേ അറിഞ്ഞൂടെ നല്ല ആരോഗ്യമുണ്ടെന്ന്. ഞാനും അത്ര മോശമൊന്നും അല്ല മോളെ. അവന്റെ പതുങ്ങി നിപ്പും നോട്ടവും അവസരം കിട്ടിയ മാല പറിക്കാനോ മോഷ്ടിക്കാനോ നോക്കുകയായിരുന്നു. അയാളൊരു മോഷ്ടാവൊന്നും അല്ല പുഷ്പൻ ചേട്ടാ. മേഘനാഥന്റെ വലം കൈയായിരുന്നു പണ്ട്. ഇവിടെ എത്തിയത് രാധ എന്നെ അന്വേഷിച്ചാണെന്നത് ഉറപ്പാണ്. മോള് പേടിച്ചു പോയല്ലേ? തക്ക അവസരത്തിൽ പോലീസിനെ വിളിച്ചാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അകത്ത് വല്ല കോടാലി തന്നെ ഉണ്ടെങ്കിൽ തിരുവിക്കളെ. മോളെ സഞ്ചി കൂടെ എടുത്തേക്കണേ. അയ്യോ അയ്യോ. ഇവിടെ ഇതുവരെ സുരക്ഷിതയായിരുന്നു. ശത്രുവിന്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ഈ വീട്ടുകാരൻ സഹായിച്ചു. പക്ഷേ ഇനിയിപ്പോ ഇയാള് വന്ന സ്ഥിതിക്ക് നാളെ ഇനി മേഘനാഥനും വന്നു ചേരുവോ? എന്റെ ഭഗവാന്മാരെ, ആപത്തൊന്നും വരുത്തല്ലേ. ഭവാനിയമ്മേ, ആരാ അത്? ഞാനാ ഭവാനിയമ്മേ, വേലയ്യൻ. ശബ്ദം ഉണ്ടാക്കണ്ട, തുറക്കാം. എന്താടോ ഈ രാത്രിയില് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഭവാനിയമ്മേ. അത് ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ? പോരാ, പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ നേരിട്ട് വന്നത്. ഞാൻ ആ രാധ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. വീട് മാത്രമല്ല, രാധയും കണ്ടു അവിടെ. ആണോ? സത്യമാണോ വേലയ്യ നീ പറയുന്നത്? വെറുതെ കള്ളം പറയരുത്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് വെറുതെ പറയൂ ഭവാനിയമ്മേ. നമ്മുടെ കൈമളില്ലേ, അയാളെടുത്ത് പണയം വെക്കാനും പലിശയ്ക്ക് പണം കടം വാങ്ങാനും വരുന്നവര് 5-8 കിലോമീറ്ററിനകത്ത് താമസിക്കുന്നവരാ. ആ കണക്ക് വെച്ച് ഞാൻ ഓരോ വീടും ചുമ്മാ നിരീക്ഷിച്ചു. അത് ബുദ്ധിയായിപ്പോയി. എന്നിട്ട് എവിടെ വെച്ചാ അവളെ കണ്ടത്? മതിലും ഗേറ്റും ഒക്കെ ഉള്ള വീടാ. ചുറ്റിനും ചെടിയെല്ലാം വളർന്നു കിടപ്പുണ്ട്. മാറി ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീടാ. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലവാ. അത് സത്യം. മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് നിന്നാലല്ലേ അവൾക്ക് ജീവിക്കാൻ പറ്റൂ. അല്ല, നിനക്കവളെ കൈയോടെ തൂക്കിയെടുത്തോണ്ട് പോരാൻ വയ്യായിരുന്നോ? ക്ലോറോഫോം വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ പറഞ്ഞിരുന്നല്ലേ? ഒന്ന് മണപ്പിച്ചാലോ സ്പ്രേ ചെയ്താലോ പിന്നെ മണിക്കൂർ എത്ര കഴിയണം ബോധം വീഴാൻ? അത് സംഗതി സത്യമാ. പക്ഷേ രാധ അവിടെ തനിച്ചല്ല താമസം. അവളുടെ കൂടെ ഒരു കൊച്ചു ചെറുക്കനും കൂടിയുണ്ട്, നല്ലൊരു ആൺകുട്ടി. രാധയുടെ കൂടെ ഒരാൺകുട്ടിയോ? അതെ, കുറച്ച് പ്രായമുള്ള വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. അവൻ എന്നെ പിടിച്ചു. പിന്നെ ഒരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. കൊച്ചു പയ്യനെന്നൊക്കെ പറഞ്ഞ അവളുടെ മകനാണോ അത്? രാധയുടെ കല്യാണം കഴിഞ്ഞോ? അപ്പോ ചെറുക്കന് 7 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ രാധയുടെ മകനൊന്നും ആവില്ലെന്നാ തോന്നുന്നത്. 3 പെൺപിള്ളേരും കൂടെ നാട് വിട്ടു പോയിട്ട് 7 വർഷമല്ലേ ആയുള്ളൂ. ആ ചെറുക്കനും ഏതാണ്ട് ആ പ്രായമായിട്ടാ എനിക്ക് തോന്നിയത്. 7-8 വർഷം. പേര് പോലും ഞങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ, കോട്ടയ്ക്കൽ കാശിനാഥൻ. അതേ പ്രായമുള്ള ചെറുക്കൻ ആൺകുട്ടി. എന്റെ ഭഗവാനെ, വേലയ, ആ ചെക്കൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ആരാ ഭവാനിയമ്മേ? 7-8 വർഷം മുൻപ് സുഭദ്ര ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചത് താ മറന്നോ? ആ കുട്ടിയാവും താൻ കണ്ടത്. കോട്ടയ്ക്കൽ മേഘനാഥന്റെ സ്വന്തം കുഞ്ഞ്, കോട്ടയ്ക്കൽ കാശിനാഥൻ. നമ്മളത് എന്താ വേലയാ ഓർക്കാഞ്ഞത്?
അങ്ങനെയെങ്കിൽ അത് ഭവാനിയമ്മയുടെ പേരക്കുട്ടിയല്ലേ, ഈ തറവാടിന്റെ അവകാശി. ശരിയാ, മേഘന്റെ കുഞ്ഞാ അത്. പക്ഷേ അവൻ ജന്മമെടുത്തത് നമ്മുടെ ആജന്മ ശത്രുവിന്റെ ഗർഭപാത്രത്തിലാ, വളരുന്നത് ശത്രുപാളയത്തിലും. അവന്റെ കൂറ് ശത്രുക്കളോട് തന്നെ ആയിരിക്കുമെന്ന് തീർച്ച. ഇക്കാര്യത്തിൽ ഇനി കരുതലോടെ വേണം നമ്മൾ നീങ്ങാൻ. വികാരത്തേക്കാൾ വിവേകത്തോടെ വേണം കരുക്കൾ നീക്കാൻ. അതെ, ഇനി കാശിനാഥനും നമ്മുടെ ശത്രു തന്നെയാണ്. രാധ മകനെപ്പോലെ അവനെ വളർത്തുന്നതിന്റെ അർത്ഥം നാളെ നമ്മുടെയൊക്കെ തല കൊയ്യേണ്ട ഉടവാള് പിടിക്കാൻ പോകുന്ന കൈകൾ ആ ചെക്കൻ്റെത് തന്നെയാണെന്നാ. പക്ഷേ മേഘൻ സാറിന് സ്വന്തം മകനാണെന്നറിഞ്ഞാൽ അടുപ്പമല്ലേ വരൂ. ഉറപ്പാ, രാധയുടെ കൂടെ അവൻ കൂടി ഉണ്ടെന്നറിഞ്ഞാൽ മേഘന്റെ വാശി ഇരട്ടിക്കും. വർദ്ധിത വീര്യത്തോടെ അവൻ അവളിലേക്ക് അടുക്കും. അത് പാടില്ല. എന്തു വില കൊടുത്തും നമുക്കത് തടയണം. തടഞ്ഞേ പറ്റൂ. പക്ഷെ അതെങ്ങനെ? രാധയെ മാത്രമല്ല, അവനെയും കൊല്ലണം നമുക്ക്. മേഘന്റെ രക്തത്തിൽ പിറന്ന ആണ് ഈ സന്തതിയെ തന്നെ. ഇതാരോടാ സംസാരിക്കുന്നത്? ചോദിച്ച കേട്ടില്ലേ? വാതിൽ തുറന്നു നിന്ന് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന്. ആരോട് സംസാരിക്കാൻ? ചാരന്മാരും ഒറ്റുകാരും ഒക്കെ ഉണ്ടല്ലോ കൂട്ടത്തില്, അതുകൊണ്ട് ചോദിച്ചത്. നോക്ക് നോക്ക്, ചാരന്മാർ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ. നാടകമൊന്നും കളിക്കണ്ട. നിങ്ങൾ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ടാ ഞാൻ വന്നത്. എന്റെ മേഘ, ഞാൻ കിടന്നുറങ്ങിയതാ. എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോ പുറംവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അർജുനൻ ഫൽഗുനൻ ജപിച്ചുകൊണ്ട് വന്ന് വാതിലടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു ഞാൻ. ആഹാ, കറക്റ്റായിട്ടൊരു കഥ പറഞ്ഞല്ലോ. എന്നാ ശരി, ഞാൻ പോയേക്കാം. വിശ്വസിച്ചിട്ടൊന്നുമില്ല. കുടിച്ച വെള്ളത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഉറപ്പോ? ഇപ്പം നീ വിശ്വസിക്കേണ്ട മേഘനാഥ, പക്ഷെ ഭാവിയിൽ നീ വിശ്വസിക്കേണ്ടി വരും. ഈ അമ്മയല്ല നിന്റെ ശത്രു, രാധയും നിന്റെ മകനുമാ. അതുകൊണ്ട് തന്നെ രണ്ടിനെയും ഞാൻ അവസാനിപ്പിക്കും. കോട്ടക്കൽ ഭഗവതിയാണ് സത്യം. സാറേ, ഞാൻ ഒരു രഹസ്യം പറയാൻ നിന്നതാ. ഭവാനിയമ്മ കാണണ്ടെന്ന് കരുതി. എന്താ ഇത്ര വലിയ രഹസ്യം? രാധയെ കൊല്ലാനൊരു പ്ലാൻ നടക്കുന്നുണ്ടോന്നൊരു സംശയം. സംശയം? എന്ത് സംശയം? ആര് സംശയം? ഭവാനിയമ്മ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും. ഏയ്, അമ്മയ്ക്ക് അങ്ങനെ ആളെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷേ എനിക്കുണ്ട്. അറിഞ്ഞ കാര്യങ്ങൾ താൻ എന്നോട് പറഞ്ഞില്ല എന്നെനിക്ക് മനസ്സിലായാൽ വാഴയില വെട്ടിയിട്ട് വിരിച്ച് കിടത്ത് ഞാൻ. അയ്യോ, ചുറ്റി വളയ്ക്കാതെ കാര്യം എന്താണെന്ന് പറയടോ. വേറൊന്നുമല്ല സാറേ, ആ വേലയൻ രാധയെ എവിടെയോ വച്ച് കണ്ടിട്ടുണ്ടെന്ന് ഭവാനിയമ്മയോട് പറഞ്ഞു. രണ്ടുപേരും കൂടെ രാധയെ കൊല്ലണമെന്നാ തീരുമാനിച്ചേക്കണ. ഞാൻ ഇത് കേട്ടു എന്നവരറിഞ്ഞിട്ടില്ല.
എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്, നമ്മളെല്ലാം കൂടി ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ട് കാണാത്ത രാധയെ ആ വിശ്വാരൂഢൻ വേലയൻ എങ്ങനെ കാണാനാ? ഇനിയിപ്പൊ കണ്ടാ തന്നെ അപ്പോഴേ പിടിച്ചുകൊണ്ട് വരില്ലേ? അതിന് പകരം ഇവിടെ തന്റെ മൂക്കിന്റെ കീഴിൽ വന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യൂ. ഞാൻ കേട്ടതാ സാറേ. തന്നെ കേൾപ്പിച്ചതാടോ മനഃപൂർവം. രാധ എവിടെയുണ്ടെന്നറിയാമെങ്കിൽ ഞാൻ ചെന്ന് കാല് പിടിക്കുമെന്ന് ആ സ്ത്രീ വിചാരിക്കുന്നുണ്ടാവും. അതിനുള്ളൊരു തന്ത്രമായത്. കേട്ടിട്ട് സത്യമാണെന്നാ എനിക്ക് തോന്നിയത്. എന്റെ പെറ്റമ്മയ കോട്ടയ്ക്കൽ ഭവാനി തന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഞാൻ അനുസരണയുള്ളൊരു നായയായി ആ വിളിപ്പുറത്ത് ചെന്ന് നിൽക്കണം. അതിന് തന്നെ കരുവാക്കി നടത്തിയ നാടകമാടോ ഇത്? തല പുകയ്ക്കാതെ പോയി കിടന്നുറങ്ങ്. പോടോ. ശരി ശരി, ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്നിട്ടും വിലയില്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. സാറേ, അറിയാത്ത പിള്ള ചൊറിയാൻ പറയും, അത്ര തന്നെ. ഏട്ടൻ എന്തിനാ വണ്ടി എഴുതുന്നേ? ഡ്രസ്സൊക്കെ ചീത്തയാവില്ലേ? ഇതിൽ ഹരി ഞങ്ങളെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടുന്നല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോ ഗ്ലാസ്സിൽ മുഴുവൻ പൊടി. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ഐശ്വര്യമായിട്ടിരിക്കട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. അതെന്തായാലും നന്നായി. ഓട്ടോയിലുള്ള എന്റെ കന്നി ഓട്ടോ ഇത്. വലിയേട്ടൻ കൈ തൊട്ടാ അതിന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഉറപ്പാ. നാളെ കമ്പനിയിലെ ജോലി പോയാലും ഓട്ടോ ഓടിച്ചാലും ജീവിക്കാലോ. ഓഹോ, അപ്പോഴേ ജോലി പോയി കഴിഞ്ഞാ പിന്നെ കല്യാണക്കാര്യവും പറഞ്ഞ് എന്റെ പിന്നാലെ വന്നേക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, അപ്പൊ എന്റെ ജോലിയാണ് നിനക്ക് പ്രധാനം, അല്ലാതെ എന്നെ അല്ല. സംശയം എന്താ? ജോലി തന്നെയാ. എടി ഭയങ്കരി, നീ നോക്കിക്കോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, പോകുന്ന വഴിക്ക് ഗണപതി ക്ഷേത്രത്തിൽ കയറി ഒരു തേങ്ങ ഉടച്ചേക്കണം. പരീക്ഷ നന്നായി എഴുതാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചിട്ട്. മോള് കേട്ടല്ലോ. അതിനൊന്നും സമയം കിട്ടില്ല കേട്ടോ. സമയം കഴിഞ്ഞിട്ട് ബസ് പോയാ പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. അങ്ങോട്ട് വണ്ടി ഞാൻ ഓടിച്ചോളാം. അത് വേണ്ട. ഇന്ന് നിങ്ങൾ വെറും പിൻസീറ്റ് യാത്രക്കാരാ. ഞാനാണ് ഇന്ന് ഇതിന്റെ സാരഥി. ഞാൻ കയറി തേങ്ങ ഉടച്ചോളാം. എന്താ അതുപോലെ? ആ, അതായാലും മതി, ധാരാളം. നീ ചെന്ന് ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കടി, ഗുരുത്വമില്ലാത്തോടെ. എന്താ മുരളി, വഴക്കാണോ രണ്ടാളും തമ്മില്? ഹേയ്, അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞതാ ഏട്ടന്റെ അടുത്തുനിന്ന്. ഏയ്, ആ ഒന്നും വേണ്ടെന്നേ, അതൊക്കെ പഴഞ്ച ഏർപ്പാടല്ലേ. നന്നായി വരും. പഠിച്ചതെല്ലാം ഓർമ്മിച്ച് മിടുക്കിയായിട്ട് എഴുതിട്ടോ. മിടിക്കായി വരാൻ ഈശ്വരൻ തുണയ്ക്കട്ടെ. എനിക്കറിയാം ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന്. ചേച്ചി മാത്രം എങ്ങനെ ചെയ്യൂന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചെയ്യുന്നൊന്നും ആരെയും ബോധ്യപ്പെടുത്തി
കുഞ്ഞേച്ചി പോട്ടേടി. എന്റെ അനുഗ്രഹം ഉണ്ടെന്ന് കൂട്ടിക്കോ. പോടി ഉണ്ടക്കണ്ണി. മോളെ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ യാത്രയിൽ നിനക്കൊരു തുണയ്ക്ക് മുരളി മാത്രമേ ഉള്ളൂ. അവനെ നീ വേദനിപ്പിക്കരുത്. ചേച്ചി ക്ഷമിക്കണം. ഇക്കാര്യം മാത്രം ഞാൻ അനുസരിക്കില്ല. ഈ യാത്രയിൽ തന്നെ ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടേ തിരിച്ചു കൊണ്ടുവരൂ. അതുറപ്പാ. കേട്ടോ? ആ, ഉം. ഹരി, നീ വണ്ടി എടുക്ക്, ഞാൻ ബൈക്ക് വരാം. ശരി. പോയിട്ട് വരാം. ശരി കുഞ്ഞേച്ചി. അയ്യോ, സമയം പോയി. ഞാൻ പോട്ടെ. അല്ല, അച്ചൂട്ടൻ എഴുന്നേറ്റില്ലേ? സ്കൂളിൽ പോകാൻ സമയമായല്ലോ. ആ, ഞാൻ നോക്കട്ടെ സീതമ്മേ. ആഹാ, പൊന്നുമോൻ ഇവിടെ ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളോ? എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ജോലിക്ക് പോയല്ലോ. ഇല്ലല്ലോ, ആരും പോയില്ല. ഞാൻ കണ്ടില്ലല്ലോ ആരും പോകുന്നത്. ഉച്ചയില് വെയിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങിയാലേ ഇതൊക്കെ എങ്ങനെയാ കാണുക? അമ്മ ഉണ്ടോ ജോലിക്ക് പോകുന്നത്? കാണാതെ പിന്നെ വെറുതെ പറഞ്ഞതാണോ? ആരൊക്കെയാ ജോലിക്ക് പോയത്? പറ, കേക്കട്ടെ ഞാൻ. അത് പിന്നെ ആ കിളികൾ എഴുന്നേറ്റ് പറന്ന് വയലിലേക്ക് പോയി. അണ്ണാറ കണ്ണാന്മാര് ഓടി തോട്ടത്തിലേക്ക് പോയി. കൊറ്റികള് തോട്ടിൻകരയിലേക്ക് പോയി. പിന്നെ ഉറുമ്പുകളും തേനീച്ചയും മരം കുത്തിയും ഒക്കെ ഡ്യൂട്ടിക്ക് പോയി. അച്ചൂട്ട് മാത്രം ഇവിടെ ഉറക്കവും തൂങ്ങിയിരിക്കുക. കുട്ടിയായതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ലല്ലോ, അതല്ലേ? വലുതായി ജോലി കിട്ടുമ്പോ ഞാനും ഡ്യൂട്ടിക്ക് പോകുന്ന ഉറപ്പാ. ആഹാ, കുട്ടികൾക്ക് ഡ്യൂട്ടി ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഉണ്ടോ? ആ, പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിക്കണം, യൂണിഫോം ധരിക്കണം, പുസ്തകം എടുക്കണം, സ്കൂളിൽ പോണം, പഠിക്കണം. അങ്ങനെ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാമോ? സത്യം പറഞ്ഞ കുട്ടികൾക്ക് ഡ്യൂട്ടി കൂടുതൽ. അതൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ. ഞാനിവിടെ ചുമ്മാ അമ്മയുടെ അടുത്ത് ഇരുന്നോളാം. അമ്പട മടിയാ, നീ ആള് കൊള്ളാലോ. വാ വാ, എണീറ്റ്, സ്കൂളിൽ പോകാൻ സമയായി. വാ. അയ്യോ അച്ചൂട്ടാ, ഇതെന്താ ചോരയാണല്ലോ? ഈശ്വര, ഇതെങ്ങനെയാ അച്ചൂട്ടാ പറ്റിയത്? എനിക്കറിയില്ല, ഇത് തനിയെ വന്നതാ. ഈശ്വര, മൂക്കിന്ന് ചോര തനിയെ വരാനോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? നീ കിടന്ന് വെപ്രാളം പിടിക്കാതെ മോളെ. മൂക്കിനകത്ത് തൊലിയോ മറ്റോ ഇളകിയതാവും, അതാ ഇങ്ങനെ വരുന്നേ. അച്ചു, മോനെ നീ നഖം വെച്ച് മാന്തോ മറ്റോ ചെയ്തോ മൂക്കിനകത്ത്? ഇല്ലെന്നേ, ഒന്നും ചെയ്തില്ല. പക്ഷേ എന്താ, എന്തു പറ്റി? സ്കൂളില് വാഷ്റൂമിൽ പോയപ്പോ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചോര വന്നിരുന്നു. അയ്യോ, എന്നിട്ട് നീ എന്താ മോനെ അത് പറയാത്തത്? കുഴപ്പമൊന്നുമില്ലായിരുന്നു, കഴുകിയപ്പോ അതപ്പത്തന്നെ പോയായിരുന്നു. ഈശ്വര, ഇനി എന്താ സീതമ്മേ നമ്മൾ ചെയ്യാ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. വൈകിട്ട് ആ നകുലൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം നമുക്ക്. രോഗിയെ നോക്കി അപ്പ പറയും അസുഖം എന്താണെന്ന്. നകുലൻ ഡോക്ടർ മിടുക്കന്. മോൻ പോയി റെഡിയാക്, അപ്പോഴേക്കും അമ്മ ബാഗ് റെഡിയാക്കട്ടെ.
അഞ്ജലി, നീ ഇങ്ങനെ വിഷമിച്ചാലോ? അച്ഛന് ഒന്നും ഉണ്ടാവില്ലെന്നേ, ധൈര്യമായിട്ടിരിക്കുക. ഇതിപ്പോഴത്തെ ചൂടിന്റെയാ. ആപത്തുകള് കൂട്ടത്തോടെയാണല്ലോ വരുന്നത്. ഇന്നലെ രാത്രി ആ വേലയ്യൻ, ഇന്നിപ്പോ മൂക്കിന്ന് ചോര. ഇനിയും എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്റെ ഈശ്വര.